പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ തൻ്റെ അനുഗ്രഹ വർഷങ്ങൾ ധാരാളമായി ചൊരിയുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 20 തിരുവചനം ഇപ്രകാരം പറയുന്നു: തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഈ പുതുവർഷത്തിൽ കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഈശോനാഥന് നമുക്ക് സമർപ്പിക്കാം. ഒപ്പം എല്ലാറ്റിലും ഉപരിയായി ഈശോയെ സ്നേഹിക്കാനായുള്ള കൃപയ്ക്കായും നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധ കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയും നമുക്ക് ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരാം. പിതാവിനും പുത്രനും പാവനാത്മാവിനും ആരാധന. ത്രിയേക ദൈവമേ ആരാധന. പിതാവിനും പുത്രനും പാവനാത്മാവിനും ആരാധന. ത്രിയേക ദൈവമേ ആരാധന. സൃഷ്ടാവാ ദൈവമേ പരിപാലകനാകും പിതാവേ ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന. ഈശോയെ നന്ദി ആരാധന. ഹല്ലേലൂയ 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 ഈശോയെ ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി ആരാധന. ഹല്ലേലൂയ ഈശോയെ നന്ദി ആരാധന. ഹല്ലേലൂയ 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 ഈശോയെ നന്ദി ആരാധന ആരാധന. ഹല്ലേലൂയ ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്വർഗത്തിന്റെ ദർശനം ലഭിച്ച യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുന്നു: ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, സ്വർഗീയ സിംഹാസനസ്ഥൻ, രാജാതിരാജൻ, സ്വർഗീയ തേജസ്സുള്ളവൻ നമ്മുടെ മധ്യയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്ക് അവിടുത്തെ ആരാധിക്കാം, നമ്മുടെ ജീവിതത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം, നമ്മുടെ എല്ലാ പ്രത്യാശയും ഈശോയിലേക്ക് വിട്ടുകൊടുക്കാം. ഹെബ്രായർക്കുള്ള ലേഖനം 10 അധ്യായം 23 വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ മുൻപിലേക്ക്
വലിയ പ്രത്യാശയും ധൈര്യവും പകർന്നുകൊണ്ട് അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രത്യാശയും അങ്ങാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ കർത്താവുമായ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ. ഈശോയെ വചനം ഇങ്ങനെ പറയുന്നു: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രത്യാശ പങ്കുവയ്ക്കുവാനായി നീ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന തിരുസഭയെ പൂർണ്ണമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കാൻ നിയുക്തനായിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ
ആരാധിക്കുകയും ഹല്ലേലൂയ സ്തുതിക്കുകയും ഹല്ലേലൂയ മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ 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 ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്ന ഹല്ലേലൂയ തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. ഹല്ലേലൂയ അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. ഈശോ അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. ഈശോ വരൾച്ചയുടെ കാലത്തും അതിനുൾക്കണ്ടയില്ല. ഹല്ലേലൂയ അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ശ്രീയേശു, അങ്ങ് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന ഈ നൈസസ് മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട് പ്രതിസന്ധികളിൽ തളരാതെ ആറ്റുതീരത്ത് നിൽക്കുന്ന മരത്തെ പോലെ ഈശോയെ നിന്നിൽ നിന്നും ശക്തി സ്വീകരിക്കുവാൻ ഹല്ലേലൂയ. ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയെ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയിലെ എല്ലാ ലീഡേഴ്സിനെയും ആത്മീയ ഗുരുക്കന്മാരെയും ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും ഹല്ലേലൂയ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഈശോയെ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന യേശുവേ നന്ദി പറയുന്നു. യേശുവേ ഹല്ലേലൂയ സൗഖ്യദായകനായ ഈശോയെ, കൊറോണ രോഗത്താൽ വലയുന്ന ഈ ലോകത്തെ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, രോഗത്താൽ വലയുന്ന എല്ലാവരെയും നിമിഷം സമർപ്പിക്കുന്നു. രോഗവ്യാപനം മൂലം ഒറ്റപ്പെട്ട മക്കളെയും മാതാപിതാക്കളെയും, ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്നവർ എല്ലാവരെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥകളിൽ ഹോസ്പിറ്റലുകളിലും ക്വാറന്റൈനിലുമായിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും, അവരുടെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
കൊറോണ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ദിവികാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ഓരോ രോഗിയും നിന്റെ തിരുരക്തത്താൽ കഴുകണമേ ഈശോയെ. ജെറമിയ 17-14 വചനത്തിന്റെ അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അത് മാത്രമാണ് എന്റെ പ്രത്യാശ. ഈശോയുടെ പ്രത്യാശ നിറയപ്പെടുവാൻ വേണ്ടി എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശ കൈവിടല്ലേ മകനേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. സങ്കടമെല്ലാം സന്തോഷമാക്കി, പരിഭവമെല്ലാം പ്രാർത്ഥനയാക്കി, സ്വർഗീയ ഗീതം ലക്ഷ്യമായി കണ്ടതീ ഇന്നത്തെ നോവിന കേഴുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13 കർത്താവ് പറയുന്നു, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ നിരാശയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ആത്മധൈര്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. 1 സാമുവേൽ 10:6 ഇപ്രകാരം നാം വായിക്കുന്നു, അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിലേക്കും ഇപ്പോൾ ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ പ്രത്യാശ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ.
ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണേ. ഓ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഈശോയേ നീ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി പറയുന്നു. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഹല്ലേലൂയ സ്തുതിക്കുന്നു, ഹല്ലേലൂയ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവാകുന്ന പ്രത്യാശയിൽ ഞങ്ങൾ നിറയുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. ഞങ്ങളുടെ പ്രത്യാശയായ ഈശോയെ, ഞങ്ങളിൽ വസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ദുഃഖവും നിരാശയും വേദനയും എല്ലാം എടുത്തു മാറ്റി അവിടുത്തെ പ്രത്യാശ നിറയ്ക്കണമേ. പൊന്നുതമ്പുരാനെ, നിത്യതയിൽ അങ്ങയോടൊത്ത് ആയിരിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് ഞങ്ങൾ അറിയുന്നു. നാഥ, ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങൾ എല്ലാവരെയും, ലോകം മുഴുവനുള്ള എല്ലാ നേഴ്സുമാരും, ഇപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളും യേശുവാകുന്ന പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ, കർത്താവേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ രോഗികളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് കർത്താവേ അഭിഷേകം സ്വീകരിക്കുവാനായിട്ട്, അങ്ങാകുന്ന പ്രത്യാശ ഓരോ മക്കളിലേക്കും പങ്കുവച്ചു കൊടുക്കുവാനായി കർത്താവേ എല്ലാ നേഴ്സുമാരും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, സമാഗതമായിരിക്കുന്ന പുതുവർഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പുതുവർഷത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങാകുന്ന പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനും പരമോന്നതനും ആയ ദൈവമേ, അങ്ങേ സ്തുതിച്ചു വാഴ്ത്തുന്ന എല്ലാ മാലാഖ വൃന്ദങ്ങളോടും ചേർന്നുകൊണ്ട്, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്നുകൊണ്ട്, ക്രോവേസ്രാപ്പയ മാലാഖമാരോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഈശോയെ, ആരാധന ദൈവമേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന. സ്വർഗ്ഗത്തിന്റെ അഭിഷേകം ഒഴുകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൃപകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഈശോയെ, അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഒഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ നാഥ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സുർലോകനാഥന മിശിഹാ.
നോക്കിക്കൊണ്ട് ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മെ അനുഗ്രഹിച്ച ഈശോനാഥന് നന്ദി പറയാം. അനേകം പ്രശ്നങ്ങളിലൂടെ നാം ഏവരും കടന്നു പോകുന്നുണ്ടെങ്കിലും ചെങ്കടലിന് നടുവിലും വഴിയൊരുക്കുവാൻ കഴിയുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്നിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.